എല്ലാരും എവിടെയാ? ബുള്ള് ലൈവ് വരാൻ എടാ ഇന്ന് ഇതല്ലേ ഇതാകുമ്പോഴത്തേക്ക് എങ്ങനെ പറഞ്ഞ എടാ നിങ്ങളൊന്ന് റെഡി ആവടാ. 12 പേര് വാടാ ഇങ്ങോട്ട്. വണ്ടി എടുത്താ വണ്ടി എടുത്ത് കാണാതെടാ. ബുള്ളറ്റ് വേണ്ടേ? ഇസ്മായിൽ സോറി ഞാൻ സ്പേസ് ഔട്ട്. ഹെലി ഇല്ലടാ, ഹെലി വന്നില്ല. ഹെലി ഇതുവരെ സ്പോൺ ആയില്ല. ഹെലി വന്നില്ല, വരട്ടെ. ഹെലി വന്നാലല്ലേ എടുക്കാൻ പറ്റൂ. എടാ മേക്കവിടെ ബുള്ളറ്റിങ്ങാ ഉള്ളതൊക്കെ തരാട്ടാ. ഒരു മിനിറ്റ് അവിടെ നിക്കണേ. ഞാൻ അവിടെ 500-നോ 400-നോ എന്തോ ഉള്ളേ. ഓക്കെ ഹെലി വന്നാടാ. ഹെലി സ്പോൺ ആയടാ. ഇല്ല എനിക്ക് ഇച്ചിരി പ്രശ്നം ഇപ്പൊ ഇല്ലല്ലോ. ഹെലി നിലവിലില്ലല്ലോ. എടാ പീഡിയുടെ ഡ്രൈവറിനെ അടിക്കുവാണ്. ഒരു 3 minutes വെയിറ്റ് ചെയ്ത് ഏരിയ സെക്യൂർ ചെയ്തിട്ട് കയറാവേ. ഫസ്റ്റ് ടൈം നിങ്ങൾ അടിച്ചിടുവാണെങ്കിൽ കേട്ടോ. ഹലോ, ഞാൻ പറഞ്ഞ പീഡിയുടെ ഡ്രൈവർ ആദ്യമേ അങ്ങ് അടിച്ചിട്ടോ. അങ്ങനെയാണെങ്കിൽ 2-3 മിനിറ്റ് അവിടെ നിന്ന് ഏരിയ സെക്യൂർ ചെയ്തിട്ട് മാത്രമേ ചെയ്യൂ. ഞാൻ പറഞ്ഞ ഓൾ ഡൗൺ ആക്കിയാൽ മതി. അതാ നല്ലത്. നമുക്ക് ടൈമില്ല. 12 പേരും റോക്ക് സൂട്ടിലുണ്ടോ? ഞാൻ പാലത്തിലുണ്ട്. കേപ്പാലത്തിൽ എത്ര പേരുണ്ട്? ഞാൻ കേപ്പാലത്തിൽ ഒരു വണ്ടിയുള്ളു, എന്റെ വണ്ടി. നമ്മള് കയറിയോ? റോക്സിട്ട് കയറിയോ നമ്മള്? ഞാൻ ഞാൻ എന്താ വെടിവെച്ച് കളിച്ചോണ്ടിരിക്കണം. വെടിവെച്ച് കളിച്ചോണ്ടിരിക്കണം. വെടിവെച്ച് കണ്ടെയ്ൻമെന്റ് എത്ര പേരാ ഉള്ളത്? 15. എന്റെ പിള്ളേരൊക്കെ സെറ്റ് അല്ലേ? പിള്ളേരെയൊക്കെ സെറ്റ് ചെയ്ത് വിട്ട് എല്ലാരെയും പറഞ്ഞു വിട്ടിട്ടുണ്ട്. 15 പേരും അവിടെ ഉണ്ടോ? അവന്മാരെ അടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ റോക്ക് ഷൂട്ടിലുണ്ട്. ഞാനും ജോഷിയും പുള്ളും ഒരു വണ്ടിയിലാണ്. ഇല്ലെങ്കിൽ സിറ്റുവേഷനിൽ ഇല്ലാത്തവര് റേഡിയോ ഇറങ്ങും. 146 കയറും. 146 ഞാനും DNL അലക്സും ഉണ്ട് കേട്ടോ റോക്ക് സൂട്ടില്. ഓക്കെ 3 6 2 വണ്ടി. പിന്നെ എന്റെ വണ്ടി, എന്റെ ചരന്റെ വണ്ടി 3 പേര്. 9. പിന്നെ പപ്പടാണ് എന്റെ ഡ്രൈവർ. ബക്കല തലക്കുള്ള വെടിവെക്കല്ലേ ഇല്ലടാ മോനെ റേംബോ. പോയിട്ടുള്ള 2 ടീമോ പോയിട്ടുള്ളേ? ഒറ്റ ടീം. അവന്മാര് 10 മിനിറ്റ് പരിപാടി. ആദ്യത്തെ പരിപാടി എന്തുവാ? ആദ്യം TBS ആയിട്ടുള്ള വാറ്. TBS ആയിട്ടുള്ള വാറ്. TBSനെ ഇവന്മാര് 5 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് അടിച്ചിട്ടിട്ട് കൺസൈൻമെന്റ് അടിക്കാന്നാണ് പറയണത്. അതത്രേ ഉള്ളൂന്നേ. അതൊന്നും പ്രശ്നമില്ല. അതപ്പോ അത് കഴിഞ്ഞിട്ട് അവര് അവിടുന്ന് അങ്ങനെ കൺസൈൻമെന്റിന് പോകുന്ന നേരെ അങ്ങോട്ട് പോവാന്ന്. കൺസൈൻമെന്റിന് പോകുന്നു. ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാം. പാവങ്ങള് ഇത്രയും തിരക്ക് പിടിച്ച ദിവസമല്ലേ. അതെ. അപ്പൊ പാലിയാച്ചിന് ഫുഡ് വാങ്ങിച്ചതില് 5 കോടി രൂപയ്ക്ക് ഇന്ന് ഇവിടെ വന്നിരുന്നല്ലോ. ആര്യ കൊടുക്കാലോ. അതിനെന്താ 5 കോടി നമുക്കൊരു പ്രശ്നമാണോ? അല്ല 5 കോടിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ 5 കോടിയൊക്കെ ഉണ്ടാ കള്ളക്കണക്കാണോന്ന് എനിക്കൊരു ഡൗട്ട്. എനിക്ക് സംശയം ഉണ്ട്. ആര്യ ഹലോ കേക്കുന്നുണ്ടോ? ഹലോ അതെ, കുറച്ച് ഫുഡും വെള്ളവും വേണം. പിള്ളേർ തിരക്കുള്ള ദിവസമാണ്.
എടുത്തോ. ഇവര് കുറച്ച് തിരക്കുള്ള ദിവസം എല്ലാരും ഇത്തിരി തിരക്കാ. അപ്പൊ കുറച്ച് പുഡിങ് ഗാങ് ഹൗസിൽ എത്തിച്ചാൽ നല്ലായിരുന്നു. അപ്പൊ VC വാ സ്പെക്ക് ചെയ്യാം. VC വാ. எனக்கு நீதாண்ட அழகே இல்லாத ആരാ ഇന്ന് പാക്കുകൂടാ? TBS എത്ര എണ്ണ? പൂ മാത്രമോ? നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേണോ? 2 3 4 5 ഒരാളുണ്ടോ? 4 8 12 ഒരാളുണ്ട്. ഞാൻ കേട്ടത് ശരിയാണ്. കൺസ്യൂമിന് ഒരു ലൈനപ്പ്, പിന്നെ വാറിന് വേറെ ലൈനപ്പ്, രണ്ട് ടീമായിട്ട് കളിക്കുന്നത്. അത് പിന്നെ പാക്കു നമുക്ക് പയ്യന്മാര് കുറച്ച് സെറ്റായി പോയത് കൊണ്ട് എന്നാ അങ്ങനെയല്ല നമ്മൾ ഒറ്റ ടീം തന്നെ ഇറങ്ങണത്. എന്താണ് ഇവിടെ ലൈവിലൊക്കെ എങ്ങനെയാണ് പറയുന്നത്? യെസ്ന്നാ ഇല്ലാന്നാ അല്ലാന്ന് വെറുതെ പറഞ്ഞാണോ? എന്തൊരു ആണോ? ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. അപ്പോ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഗൈസ്. സോ കാണാം. സോ ലൈനപ്പ് ഇതാണ്. ഒന്ന് സ്ക്രോൾ ചെയ്ത് TBS വാറിന് പോകുന്നത് അന്ന് കാണിച്ചേ റംബോ. അതാണ്ടാ വെച്ചിട്ടുണ്ട്. 10:30 വാറ് വിളിക്കും. 15 മിനിറ്റിനുള്ളിൽ അക്സെപ്റ്റ് ചെയ്താൽ മതി. ഓക്കെ. യെസ്സോ എന്റെ സുഞ്ഞുമോനെ പറയല്ലടാ. നീയൊക്കെ വെറും മനസ്സിലായ നിന്റെ ഒക്കെ മനസ്സിലിരിപ്പ് എന്താന്നുള്ളത് നമുക്കറിയാം. നീയൊക്കെ വെറും അവിടെ നമ്മള് 10 മിനിറ്റ് കൊണ്ട് എടുക്കുന്നു, 15 മിനിറ്റ് എടുക്കുന്നു. അങ്ങനെ കുറച്ച് ഒന്നും കൺഫ്യൂഷൻ ആവണ്ട. എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. ഓക്കെ. അതെ അത്രേ ഉള്ളൂ. അപ്പൊ റാംബോനോട് ബുള്ളറ്റ് ലോക്കറി വെക്കാൻ പറയാം നമ്മൾ വെച്ചോളാം. ഇല്ല എന്റെ 600 ബുള്ളറ്റേ ഉള്ളൂ. എന്റെ 600 ബുള്ളറ്റേ ഉള്ളൂ. അല്ല 600 ബുള്ളറ്റ് ഉള്ളടാ. നമുക്ക് ആവശ്യത്തിനാണ്. 600 ഒന്നും ഇവിടെ ഒന്നും ആവൂല. പോയ അല്ലടാ ശരി. ശരിയാണല്ലോ. ഓണുള്ളൂല്ലോ. ഇപ്പൊ നമ്മളൊന്നും വേണ്ടത് എന്ത് വർത്താനം പറയുന്നത് വേണ്ടെന്നോ? നമുക്ക് എല്ലാരും വേണം. ആ മെസ്സിക്ക് ഇരിപ്പുണ്ടല്ലോ VC-യിൽ നിന്ന്. അവിടെ ഇരിക്കണ്ടേ. റാംബോ ഇറങ്ങിയില്ല. വെൽക്കം നന്ദിയുണ്ടേ. എല്ലാം ഓണാക്കി നല്ല രീതിയിൽ കളിക്കുക. റേഡിയോ ഇറങ്ങിയിട്ടില്ലടാ റാംബോ? ഒന്ന് കേറിയിട്ട് റേഡിയോ ഇറങ്ങി. പറഞ്ഞിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. അസ്നാൻ ബി, താങ്ക് യു സോ മച്ച് ഫോർ സബ്സ്ക്രൈബിംഗ് അസ്നാൻ ബ്രോ. 20 മിനിറ്റിനുള്ളിൽ അത് കഴിഞ്ഞ് 5 മിനിറ്റ് റോക്ക് ഷൂട്ട് കയറണം. 5 മിനിറ്റിനുള്ളിൽ റോക്ക് ഷൂട്ട് കയറണം. എടാ അക്സെപ്റ്റ് ഇടുന്ന സമയത്ത് ഗാങ് ഹൗസ് ഉണ്ടായിരിക്കണം. പ്ലേസ് ക്ലാഷ് ഓഫ് സ്ക്രീൻ വലുതാക്കി ഫുള്ളാക്കിണ്ട് പറയാം. ലൈവ് വാറും പ്രീ വാറും കൺസ്യൂമെന്റ് ഒക്കെ കാണണമെങ്കിൽ അത് പാക്കുവിന്റെ ലൈവ് കാണണം. എങ്കിലേ കമന്ററി ഒക്കെ ഒന്ന് ഫുൾഫിൽ ആവുള്ളൂ. അതെ ആ ഒരു ഫീലിങ്സിൽ നമുക്ക് സാധനം കിട്ടും. സാധനം പാക്കുവിന്റെ കമന്ററി എന്നൊക്കെ പറഞ്ഞാൽ അത് പാക്കുവിന്റെ കയ്യിലെ ആളുള്ളൂ. അത്രേ ഉള്ളൂ. പാക്കുവിന്റെ കമന്ററി ഒക്കെ വേറെ ലെവലാണ്. ഞാൻ എപ്പോഴും കാണണമെന്നുണ്ടെങ്കിൽ ആര് ലൈവ് ഉണ്ടെങ്കിലും ആര് ലൈവ് ഉണ്ടെങ്കിലും ഞാൻ പാക്കുവിന്റെ ലൈവേ കാണുള്ളൂ. ഗോഡ് നെയിം എന്താ? ഗോഡിന്റെ നെയിം മൊത്തം പാക്കു. ചാറ്റ് കാണില്ലടാ. ചാറ്റ് ഉണക്കിട്ടെ. ചാറ്റ് വേണ്ടെന്ന് പറഞ്ഞുമാര്. വേണ്ട. പക്ഷെ ഒരു കേസ് പറയട്ടെ, മറ്റേ നമ്മുടെ ഇതില് കേറാൻ പറ്റില്ല. മറ്റേ റോക്ക് സ്റ്റാർ ID മാറ്റേഴ്സ്
റോക്ക് സ്റ്റാറെ കൊണ്ട് മാറ്റർ ആണ് ക്യാരക്ടർ ചെയ്ത് വരുമ്പോ എന്നുള്ളത്. റോക്ക് സ്റ്റാറിന്റെ ലൈസൻസ് മാറി കഴിഞ്ഞാൽ ക്യാരക്ടർ മാറും ബ്രോ. വെൽക്കം ടു ദി സീം പെയ്ഡ് 10:30 എത്ര മണിക്കാ ചോയ്ക്ക് അവളോട് ചോയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം DX-നോട് സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സൽ എന്താ ഗോഡ ഗോഡ എക്സലറേറ്റ് പുള്ളി നൈസാണ്. പുള്ളിയുടെ ഞാൻ കാണാറുണ്ട്. എന്താ വിഷയമാണോ അടി? എക്സൽ വിഷയമാണ്. പക്ഷെ നൈസാണ്, രസമാണോ എന്റെ മാത്രം അഡ്മിൻ ലൈവ് അടിച്ച എക്സലന്റ് ഈസ് അഡ്മിൻ എക്സലറേറ്റ് അതന്നെ എക്സലറേറ്റ് രണ്ടും ഒരുമിച്ച് അടിക്കാൻ പറ്റുമെന്നുള്ളത് കൺഫേം ലൈവ് ചെയ്യണം. ഇല്ലല്ലോ പറ്റത്തില്ല കാരണം രണ്ടും ഒരുമിച്ച് എക്സൽ ഇല്ലടാ. എക്സൽ ഇല്ല പാക്കു മാത്രമേ ഉള്ളൂ. പാക്കു ഇതുവരെ വന്നിട്ടില്ല. കൺഫേം ആക്കി അവരോട് POV കൺഫേം ആക്കടാ. GNR ചോദിക്കാ ചെല്ല കൺഫേം ആക്കി മാർക്ക് നോക്കിയോ മാർക്ക് അല്ലടാ മാർക്ക് നോക്കിയോളൂ. നമ്മള് പിള്ളേരെല്ലാരും കൺസൈൻമെന്റ് പോവാൻ റെഡി ആയിട്ട് നിൽക്കാണ് ഗൈസ്. സോ ലെറ്റ്സ് സീ എങ്ങനെ ആയിരിക്കും കൺസൈൻമെന്റ് എന്ന് പോകുന്നത്. ദി ഗോൾഡിനെ കാണാം നമുക്ക്. കരിമീനുണ്ട്, രണ്ടൊപ്പരാണ് അതെനിക്ക് മനസ്സിലായി. എനിക്ക് എനിക്ക് ഇപ്പൊ ഒരു ഡൗട്ട് ഉണ്ട്, ഇവന്മാർ എങ്ങനെ കൺസൈൻമെന്റ് ഇത് കൂടെ ഒരുമിച്ച് കൊണ്ടുപോകും? എന്റെ ഒരു ഇതില് അത് സ്റ്റാർട്ട് ആവാൻ ലേറ്റ് ആയുള്ള മാത്രം പ്രശ്നമുള്ളൂ. പിള്ളേരടിക്കോ ഒന്നും അല്ല, പ്രശ്നമില്ല. അതെനിക്ക് കുഴപ്പമില്ല. അതിനുള്ള പ്ലേയേഴ്സ് ഇല്ലല്ലോ. അവര് പ്ലേയേഴ്സ് അതിന് മാത്രം ഉണ്ടെന്നാ അടിച്ചു നോക്കി. എടാ അത്രേ ഉള്ളൂ, അത്രേ മോനെ. ഞാൻ നിങ്ങളടുത്ത് ഇപ്പോഴും പറയാലോ, ഞാൻ നിങ്ങളടുത്ത് ഇപ്പോഴും പറയാം. 4, 6, 8, 10 ഒരു മിനിറ്റ്, ഞാൻ നിങ്ങളടുത്ത് ഇപ്പോഴും ഒരു കാര്യം പറയാം. നമ്മൾ ജയിച്ചിരിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു വാക്കും പറഞ്ഞില്ല. പക്ഷേ എന്റെ പിള്ളേരെ അവന്മാരെ മാക്സിമം എഫേർട്ട് ഇട്ട് കളിച്ചിരിക്കും. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. അവന്മാർ ഒരിക്കലും നിങ്ങളെ എന്നെ നിരാശപ്പെടുത്തൂല. അവന്മാരെ മാക്സിമം എഫേർട്ട് ഇട്ട് അവന്മാർ കളിച്ചിരിക്കും. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. ജയിച്ചാലും തോറ്റാലും അവന്മാർ അത് മാക്സിമം ചെയ്തു എന്നുള്ളതിൽ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ജയിച്ചാലും തോറ്റാലും നമ്മൾ ഈ പേടിച്ച് കണ്ട അട്ടത്ത് കയറി ഒളിച്ചിരിക്കാനൊന്നും നമ്മളെ ഇനി കിട്ടൂല. മനസ്സിലായ? ഒരു ദിവസം 3 ഷെഡ്യൂൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ടുള്ള വാറ് കൺസൈൻമെന്റ് 3 അടിക്കല്ലടാ അവന്മാര്. 3 അടിക്കുമ്പോഴത്തേക്ക് അവന്മാർക്ക് മാക്സിമം വാട്ടെവർ എനിക്ക് അവന്മാർക്ക് കൊടുക്കാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടി ഞാൻ എന്തും പറയും. നമ്മൾ ജയിച്ചിരിക്കും, അത്രേ ഉള്ളൂ. എനിക്ക് അത് തന്നെയാണ് വിശ്വാസം. മനസ്സിലായോ? അവന്മാർ മാക്സിമം അടിച്ചു തരാൻ നോക്കോടാ. അല്ല അവന്മാരുടെ അടുത്ത് എന്നിട്ട് എടാ മക്കളെ നിങ്ങൾ ജയിച്ചാലും തോറ്റാലും അങ്ങനെയല്ല. അവന്മാരുടെ അടുത്ത് എനിക്ക് മാക്സിമം നമ്മൾ ജയിക്കുമെന്ന് തന്നെ എനിക്ക് അവന്മാരുടെ അടുത്ത് പറയാൻ പറ്റുള്ളൂ. ബാക്കി അവന്മാർ അടിച്ചു തരും. എനിക്ക് ആ ഒരു പ്രതീക്ഷയുണ്ട്. അത് തോറ്റാലും കുഴപ്പമില്ലെന്നേ. തോറ്റാലും എനിക്കത് സന്തോഷമുള്ളൂ. കാരണം എന്റെ പിള്ളേർ ഒരിക്കലും വെറുതെ പോയി അടി വാങ്ങിച്ചിട്ടിങ്ങ് വരൂല. മനസ്സിലായ? കിട്ടിയാലും കൊടുക്കും, കൊടുത്തിട്ടേ വരുള്ളൂ. അത്രേ ഉള്ളൂ. ഡൗൺ ആയ ടീമല്ലേ തീരുമാനിക്കുന്നത്. അവരുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് അവർ കളിക്കും. പിന്നെ പറയണ അത്ര സുഖമല്ല. ഇതേ പ്ലേയേഴ്സ് തന്നെ 3-4 സിറ്റുവേഷൻ ഇന്ന് കളിക്കണം. അവരെത്ര എഫേർട്ട് ഇടുന്നുണ്ട്. ഇന്നലെ രാത്രി TBS ആയിട്ട് ഇനിഷ്യൽ സിറ്റുവേഷൻ, അതിനുശേഷം TBS ആയിട്ട് പ്രീ വാർ, അതിൻ്റെ ഇടയ്ക്ക് TVയുടെ ഇഷ്യൂ. മനസ്സിലായ? അതിൻ്റെ ഇടയ്ക്ക് TVയുടെ ഇഷ്യൂ. എന്നിട്ട് ഇവന്മാർ എല്ലാവരും കൂടെ രാത്രി VC വന്നിരുന്ന് അവന്മാർ പ്രാക്ടീസും കഴിഞ്ഞ് TDMും കഴിഞ്ഞ് രാവിലെ 7 മണിക്ക് പോയി ഉറങ്ങിയ പിള്ളേരെ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് KV ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നപ്പം വിളിച്ച് അവന്മാര് വരൂലെന്ന് പറഞ്ഞില്ല. അവന്മാർക്ക് 20 മിനിറ്റ് കൊണ്ട് അവന്മാർ 20 ഞാൻ സിറ്റുവേഷൻ 20-25 മിനിറ്റിനകത്ത് എന്റെ പിള്ളേർ സിറ്റിയിൽ കയറി. മനസ്സിലായ? അവന്മാർ ഇനിഷ്യൽ വാർ അടിച്ച് ഹോസ്റ്റേജും എടുത്ത്. എന്നിട്ട് അടുത്തത് അവന്മാർ TBS ആയിട്ടുള്ള വാറ്, ഇനി KV ആയിട്ടുള്ള പ്രീ വാറ്, അതിന്റെ വാർ ഉണ്ടെങ്കിൽ അതിന്റെ വാറ്, അതിന്റെ ഇടയ്ക്ക് കൺസൈൻമെന്റ്. ഇത്ര അവന്മാർ നോക്കള്ളേടാ. എനിക്ക് അവന്മാരെ ഒന്നും പറയാൻ പറ്റില്ല. അവന്മാർ എന്തായാലും ഇത്ര എഫേർട്ട് ഇട്ട് അവന്മാർ കളിക്കുന്നുണ്ട്. ഏത് ടീമുണ്ട് ഒരു ദിവസം ഇത്രയും സാധനങ്ങൾ? അതിലെനിക്ക് ഒന്നുമില്ല. മാക്സിമം സപ്പോർട്ട് അവർക്ക് കൊടുക്കാന്നുള്ളേ ഉള്ളൂ. നമ്മൾ ഒന്നും ഡ്രോപ്പ് ചെയ്യാതെ എല്ലാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി അതിന്റെ ടൈമിങ്ങും കാര്യങ്ങളും എങ്ങനെ പോകും എന്നുള്ളത് മാത്രമേ നമുക്ക് ഡൗട്ട് ഉള്ളൂ. പക്ഷെ ആസ് ഓഫ് നൗ എല്ലാതും ഈ പറഞ്ഞ എല്ലാ സാധനവും ഇന്ന് നമ്മൾ പിള്ളേർ അറ്റൻഡ് ചെയ്യും. ഒരു സാധനം ഡ്രോപ്പ് ആക്കണ പരിപാടി ഇല്ല. ഇന്ന് ഉച്ചയ്ക്ക് ഈ സീൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു കൺസൈൻമെന്റും TBS ആയിട്ടുള്ള വാറും ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞാണ് എങ്കിടാ കുഴപ്പമില്ല. അവന്മാർ പറയണത് അവന്മാർ പറയട്ടെ, അവന്മാർ അവരാധിക്കണം, അവന്മാർ സിറ്റി
കിടന്ന് അവരാധിക്കട്ട്, നമുക്ക് ഈ സിറ്റുവേഷൻ ഡ്രോപ്പ് ആക്കാം. പക്ഷെ എന്നെ പറഞ്ഞു, മനസ്സിലായ, എന്നെ കളിയാക്കി, എനിക്കെതിരെ അവന്മാർ എക്സ്ട്രാ ചാറ്റ് ഇട്ടു. ഈ ഒരു ഒറ്റ കേസ് കൊണ്ടാണ് അവന്മാർ ഇന്ന് കയറിയത്. ഇന്ന് രാവിലെ റാംബോ ആ കാലം റാംബോ എന്തേലും പറഞ്ഞ് ഒന്ന് പറഞ്ഞ് രണ്ടിന്റെ അന്ന് ഇറങ്ങുന്ന പരിപാടിയൊക്കെ ഈ ലീഡർ സ്ഥാനത്ത് കയറിയപ്പോ കഴിഞ്ഞ്. ഇനിയൊന്നും ആ പരിപാടി ഇല്ല. ഇനി ആരെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ ആരെങ്കിലും എന്തെങ്കിലും പറയോ ചെയ്യോ ചെയ്താൽ ചോദിച്ചിരിക്കും അത് ഏത് മൈൻഡ്. അത്രേ ഉള്ളൂ. മനസ്സിലായി. എനിക്കൊരു ഡ്രോപ്പ് ചെയ്തില്ല. എനിക്കൊരു സിറ്റുവേഷൻ അവന്മാർ ഇന്ന് ആ സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്തില്ല. നിങ്ങൾ അത് മാത്രം മനസ്സിലാക്കടാ. ഇല്ലെങ്കിൽ അവന്മാർക്ക് പറയായിരുന്നു വേണ്ട, ഈ സാധനം വേണ്ട, നമുക്കിത് മാറ്റാം, നമുക്കിത് വേണ്ട, ഇപ്പം വേണ്ട, നമുക്കിത് പിന്നെ നോക്കാന്ന് പറഞ്ഞാൽ അവരൊന്നും പറഞ്ഞില്ല. വാർ വിളിക്കുമ്പോൾ ടീം ഗ്യാങ് ഹൗസിലായിരിക്കണോന്നോ? അതൊക്കെ തിരിച്ചെത്തും. അതിപ്പോ അവന്മാർക്ക് വാറ് വിളിക്കുന്ന ടീം ഗ്യാങ് ഹൗസിൽ ഉണ്ടാവണമെന്നോ? അത് നമ്മളൊക്കെ ഉണ്ടല്ലോ അതിന്റെ അകത്ത് ലീഡർ. ഇത് കൺസൈൻമെന്റിനാ വന്നിട്ടുള്ള, ഇത് കൺസൈൻമെന്റിന് വന്നിട്ടുള്ള, അല്ലാതെ ഇത് വേറെ ഒരിടത്തും പോയിട്ടല്ലല്ലോ ഉള്ള. കൺസൈൻമെന്റിന് വന്നിട്ടുള്ള ലീഡർ. ഇതാണ് ലീഡർ. W ലീഡർ ഇൻ ദ ചാറ്റ് ഗൈസ്. എന്താണ് നീ എന്തിനു തെറിയൊന്ന് വിളിക്കുന്നടാ ശിവ? ആരാടാ തെറി വിളിച്ച? പാവോടാ. അല്ല അത് അവര് മറ്റേ അവരുടെ ഇതില് ശിവകോടാണ്. ഞാൻ വെച്ച ഇല്ലല്ല, അത് ശിവകോട, അവരെ കൂടെയുള്ള കോട. ഈ അപ്പനാണ്ട് വേണ്ടത്. അല്ലടാ പഴയതൊക്കെ പോയി. പഴയ മിണ്ടായിരിക്കണതും കുറെ കേട്ടിരിക്കണ അപ്പനൊക്കെ അന്ന് കഴിഞ്ഞ്. ലാസ്റ്റ് ഹോസ്റ്റേജ് സിറ്റുവേഷൻ കഴിഞ്ഞപ്പോ കഴിഞ്ഞ്. ഇനി അത് കാണൂല നിങ്ങള്. ലൂസിലെ വെൽക്കം ടാ. സമയമായല്ലോ. 2 മിനിറ്റ് കൂടെ. 2 മിനിറ്റ് കൂടെ. 2 more minutes. 2 more minutes. 2 മിനിറ്റ് കൂടെ. 2 മിനിറ്റ്. പാക്കു എത്ര തന്നെ പാക്കു പോയിട്ട് പാക്കു ഒന്ന് നിന്നിട്ട് നമ്മൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടല്ല ഗൈസ്. നമ്മള് എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് വെള്ളം തയ്ക്കണ്ട, ഭയങ്കരമായിട്ട് വെള്ളം തയ്ക്കണം. റാംബോ വാറ് വിളിച്ചല്ലോ. 10-29 അവര് വാറ് വിളിച്ചു. കൺസൈൻമെന്റ് 15 വയസ്സ്. കൺസൈൻമെന്റ് 15. ക്യാമറയുടെ കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞേടാ. ഹലോ അച്ഛാ, ഇത്തിരി ഒരു കുപ്പിയിൽ വെള്ളം കൊണ്ടുവരുമോ? തണുത്ത വെള്ളം ഉണ്ടോ? പോയില്ലെങ്കിൽ ഇവർക്ക് എണ്ണ നഷ്ടപ്പെടും. പക്ഷെ വാറടിച്ചില്ലെങ്കിൽ ആക്ഷൻ താഴെന്ന് 15